So good afternoon students. We are going to discuss few things regarding sampling in research methodology. First, definition of sampling. In research terms, sampling is a group of people, objects or items that are taken from a large population for measurement. Sample should be representative of the population to ensure that we can generalize the findings from the research sample to the population as a whole. സോ ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ സാമ്പിളിംഗ് എന്ന് പറഞ്ഞാൽ ഒരു വലിയ പോപ്പുലേഷനിൽ നിന്നും നമ്മളൊരു ചെറിയ ഗ്രൂപ്പ് ഓഫ് ആൾക്കാരെ എന്താണോ ആ പോപ്പുലേഷനകത്ത് നിന്നും ഒരു ചെറിയ ഗ്രൂപ്പിനെ നമ്മുടെ സാമ്പിൾസായിട്ട് എടുക്കുകയാണ് റിസർച്ചിന് വേണ്ടിയിട്ട്. സോ ബേസിക്കലി സെക്കൻഡ് പോയിൻ്റ് പറയുന്നത് നമ്മുടെ എടുക്കുന്ന പോപ്പുലേഷൻ്റെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് അതിൽ നിന്ന് എടുക്കുന്ന ഈ ചെറിയ സാമ്പിളാണ്. സോ അതാണ് ഈ പോയിൻറ്റിൽ പറയുന്നത് ഡെഫിനിഷൻ ഓഫ് സാമ്പിളിംഗ്. നെക്സ്റ്റ്, sampling is used in practice for a variety of reasons, such as sampling can save time and money. A sample study is usually less expensive than a census study and produces results at a relatively faster period. So sampling എന്ന് പറഞ്ഞാൽ ഇത് ഈ ഒരു വേ ഓഫ് പ്രാക്ടീസ് നമ്മൾ കൊണ്ടുപോകുന്നതിന് ഒരുപാട് റീസൺസ് ഉണ്ട്. സോ ആ റീസൺസ് എന്തൊക്കെയാണെന്നാണ് ഈ പോയിൻറ്റ്സിൽ പറയുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ, ഇറ്റ് ക്യാൻ സേവ് ടൈം ആൻഡ് മണി. അതായത് ഇവർ കമ്പയർ ചെയ്യുന്നത് ഒരു സെൻസസ് സ്റ്റഡി ആയിട്ട് ആണ്. സോ ഒരു സാമ്പിൾ സ്റ്റഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെൻസസ് സ്റ്റഡീനെ കഴിഞ്ഞും ലെസ് എക്സ്പെൻസീവും ആണ്. അതിൻ്റെ റിസൾട്ട്സ് ഒരു സെൻസസ് സ്റ്റഡീനെ കഴിഞ്ഞും പെട്ടെന്ന് നമുക്ക് ലഭിക്കുകയും ചെയ്യും. സോ നെക്സ്റ്റ്, സാമ്പിളിംഗ് മേ എനേബിൾ മോർ ആക്യുറേറ്റ് മെഷർമെൻറ്റ്സ് ഫോർ എ സാമ്പിൾ സ്റ്റഡി is generally conducted by trained and experienced investigators. സോ ആ പോയിന്റിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു ട്രെയിൻഡായിട്ട് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഇൻവെസ്റ്റിഗേറ്റേഴ്സാണ് സാമ്പിളിംഗ് കണ്ടക്ട് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ റിസർച്ച് മോർ ആക്യുറേറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ റിസൾട്ട്സ് മോർ ആക്യുറേറ്റ് ആയിരിക്കും. സാമ്പിളിംഗ് റിമെയിൻസ് ദ ഓൺലി വേ വെൻ പോപ്പുലേഷൻ കണ്ടെയ്ൻസ് ഇൻഫിനിറ്റ്ലി മെനി മെമ്പേഴ്സ്. അതായത് പോപ്പുലേഷനുള്ള ഒരു വലിയ പോപ്പുലേഷനിൽ നിന്നാണ് നമ്മൾ സാമ്പിൾസിനെ എടുക്കുന്നത്. ഒരു ചെറിയ ഗ്രൂപ്പ് ഓഫ് ആളുകളെ എടുക്കുന്നത്, ആളുകളോ ഒബ്ജക്റ്റോ എന്തോ ആയിക്കോട്ടെ. സോ ഇൻഫിനിറ്റായിട്ട്, അതായത് നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റാത്തത്ര ഒരു പോപ്പുലേഷനെ എടുക്കുമ്പോഴാണ് ഈ സാമ്പിളിംഗ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. കാരണം അത് മാത്രമേ ഒരു വേ ഓഫ് മെത്തേഡ് ഉള്ളൂ നമുക്ക് ആ പോപ്പുലേഷനെ പറ്റി പഠിക്കാൻ. ഓക്കെ, സാമ്പിളിംഗ് യൂഷ്വലി എനേബിൾസ് ടു എസ്റ്റിമേറ്റ് ദ സാമ്പിളിംഗ് എറേഴ്സ് ആൻഡ് thus അസിസ്റ്റ് ഇൻ ഒബ്റ്റെയിനിങ് ഇൻഫർമേഷൻ കൺസേണിങ് സം ക്യാരക്ടറിസ്റ്റിക് ഓഫ് പോപ്പുലേഷൻ. സോ സാമ്പിളിംഗ് ഇതിൽ പറയുന്നത് സാമ്പിളിംഗ് എറേഴ്സിനെ പറ്റിയാണ്. നമ്മൾ സാമ്പിളിംഗ് ചെയ്യുന്നതനുസരിച്ച് നമ്മുടെ സാമ്പിളിംഗ് എറേഴ്സിനെ കണ്ടെത്താൻ പറ്റും. സോ അത് തമ്മിൽ ഒരു റിലേഷൻ ഉണ്ട്. അങ്ങനെ തന്നെ നമ്മുടെ പോപ്പുലേഷൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്, അതായത് പോപ്പുലേഷനിൽ എടുക്കുന്ന സാമ്പിളിനെ വെച്ചിട്ടാണ് നമ്മൾ റിസർച്ച് ചെയ്യുന്നത്. സോ ആ പോപ്പുലേഷൻ്റെ മുൻപ് പറഞ്ഞ പോലെ തന്നെ ആ പോപ്പുലേഷൻ്റെ റെപ്രസെൻ്റ് ചെയ്യുന്നതാണ് ആ സാമ്പിൾസ്. സോ പോപ്പുലേഷൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണെന്ന് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റും സാമ്പിളിംഗ് ചെയ്യുന്നതിലൂടെ. നെക്സ്റ്റ്, സാമ്പിളിംഗ് ഫണ്ടമെൻറ്റൽസ് ആണ്. ഫണ്ടമെൻറ്റൽസ് എന്ന് പറഞ്ഞാൽ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. സാമ്പിളിംഗ് ഫണ്ടമെൻറ്റൽസ് എന്ന് പറയുമ്പോൾ അതിനകത്ത് പോപ്പുലേഷൻ, സാമ്പിളിംഗ് ഫ്രെയിം, സാമ്പിളിംഗ് ഡിസൈൻ, സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പാരാമീറ്റേഴ്സ്, സാമ്പിളിംഗ് എറേഴ്സ്. ഫണ്ടമെൻറ്റൽസിൻ്റെ ഡെഫിനിഷൻസ് ആണ് നെക്സ്റ്റ്. യൂണിവേഴ്സ് and population. The term universe refers to the total of the items or units in any field of inquiry, whereas the term population refers to the total
of items about which information is desired. The attributes that are the objects of study are referred to as characteristics, and the unit possessing them are called elementary units. So യൂണിവേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ടോട്ടൽ ഓഫ് ഐറ്റംസ്. നമ്മൾ എന്തിനെ പറ്റിയാണ് റിസർച്ച് ചെയ്യാൻ പോകുന്നത്, അല്ലെ എന്തിനെ പറ്റിയാണ് എൻക്വയറി ചെയ്യാൻ പോകുന്നത്, അതിലെ ടോട്ടൽ ഓഫ് ഐറ്റംസ് അല്ലെങ്കിൽ ടോട്ടൽ ഓഫ് യൂണിറ്റിനാണ് യൂണിവേഴ്സ് എന്ന് പറയുന്നത്. വേറാസ് പോപ്പുലേഷൻ മീൻസ് നമ്മൾ പഠനവിധേയമാക്കാൻ പോകുന്ന ടോട്ടൽ ഓഫ് ഐറ്റംസിൻ്റെ ഇൻഫോർമേഷൻസും കൂടെ ഗ്യാദർ ചെയ്തിട്ടുള്ള ടോട്ടൽ ഓഫ് ഐറ്റംസിനെയാണ് പോപ്പുലേഷൻ എന്ന് പറയുന്നത്. സോ നെക്സ്റ്റ് നമ്മൾ എലിമെൻ്ററി യൂണിറ്റ്സ് എന്താണെന്ന് പറയാണ്. സോ അതിൽ നമ്മൾ എന്തിനെയാണോ പഠനവിധേയമാക്കുന്നത്, അതായത് ദ ഒബ്ജക്റ്റ് ഓഫ് സ്റ്റഡി, അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സും കൺട്രോൾ യൂണിറ്റ്സും കൂടുന്നതാണ് എലിമെൻ്ററി യൂണിറ്റ്സ് എന്ന് പറയുന്നത്. സോ പോപ്പുലേഷൻ അല്ലെങ്കിൽ യൂണിവേഴ്സ് ക്യാൻ ബി ഫൈനൈറ്റ് ഓർ ഇൻഫൈനൈറ്റ്. The population is said to be finite if it consists of a fixed number of elements so that it is possible to enumerate it in its totality. For instance, the population of a city, the number of workers in a factory are examples of finite populations. The symbol n is generally used to indicate how many elements or items are there in case of a finite population. An infinite population is that population in which it is theoretically impossible to observe all the elements. Thus, in an infinite population, the number of items is infinite. That is, we cannot have any idea about the total number of items. The number of stars in the sky, a set of natural numbers, are examples of infinite population. So population അല്ലെങ്കിൽ യൂണിവേഴ്സ് എന്ന് പറയുന്നത് ഫൈനൈറ്റ് അല്ലെങ്കിൽ ക്യാൻ ബി ഇൻഫൈനൈറ്റ്. സോ ഫൈനൈറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ, ഒരു ഫിക്സ്ഡ് നമ്പർ ഓഫ് എലമെൻറ്റ്സ് ആയിരിക്കും. നമുക്ക് അതിൻ്റെ ക്വാണ്ടിറ്റി പറയാൻ പറ്റും. പക്ഷേ ഇൻഫൈനൈറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് അതിൻ്റെ ക്വാണ്ടിറ്റി എത്രയാണെന്ന് അളക്കാൻ പറ്റില്ല. നമുക്ക് നമ്പർ ചെയ്യാൻ പറ്റാത്തിടത്തോളം എന്ന് പറയുന്നതാണ് ഇൻഫൈനൈറ്റ് എന്ന് പറയുന്നത്. സോ ഇവർ എക്സാമ്പിൾസ് കൊടുത്തിരിക്കുന്നത് ഫൈനൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് പോപ്പുലേഷൻ ഓഫ് എ സിറ്റി അല്ലെങ്കിൽ നമ്പർ ഓഫ് വർക്കേഴ്സ് ഇൻ എ ഫാക്ടറി. സോ അതിനൊരു ഫിക്സ്ഡ് നമ്പർ ഉണ്ടായിരിക്കും. സോ അതിനെയാണ് ഫൈനൈറ്റ് പോപ്പുലേഷൻ നമ്മൾ പറയുന്നത്. ഇൻഫൈനൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർ എക്സാമ്പിൾ സ്റ്റാർസ് ഇൻ എ സ്കൈ ആൻഡ് എ സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് ആർ എക്സാമ്പിൾസ് ഓഫ് ഇൻഫൈനൈറ്റ് പോപ്പുലേഷൻ. കാരണം നമ്പേഴ്സ് 1, 2, 3 അങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് ഒരു എൻഡ് ഇല്ലാതെ പോവുകയാണ്. സോ അതുകൊണ്ടാണ് എക്സാമ്പിളായിട്ട് വന്നിരിക്കുന്നത്. സോ അടുത്ത ഫണ്ടമെൻ്റൽസ് എന്ന് പറയുന്നത് സാമ്പിളിംഗ് ഫ്രെയിമാണ്. ദ എലിമെൻ്ററി യൂണിറ്റ്സ് ഓർ ദ ഗ്രൂപ്പ് ഓഫ് or cluster of such units may form the basis of sampling process in which case they are called as sampling units. A list containing all such sampling units is known as sampling frame. Thus, sampling frame consists of a list of items from which the sample is to be drawn. So sampling frame എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാമ്പിളിംഗ് ഫ്രെയിമിൽ നിന്നാണ് നമ്മൾ സാമ്പിളിനെ ലിസ്റ്റ് ഔട്ട് ചെയ്യുന്നത്. ഓക്കെ, സോ എലിമെൻ്ററി യൂണിറ്റ്സ് എന്താണെന്ന് നമ്മൾ മുൻപ് പറഞ്ഞു. അതായത് ഒബ്ജക്റ്റ് ഓഫ് സ്റ്റഡിയുടെ ക്യാരക്ടറിസ്റ്റിക്സും കൺട്രോൾ യൂണിറ്റ്സും ചേരുന്നതാണ് എലിമെൻ്ററി യൂണിറ്റ്സ്. സോ അങ്ങനത്തെ എലിമെൻ്ററി യൂണിറ്റ്സിൻ്റെ ഒരു ഗ്രൂപ്പോ അല്ലെ ക്ലസ്റ്റർ ഓഫ് അങ്ങനത്തെ യൂണിറ്റ്സോ കൂടുന്നതാണ് സാമ്പിളിംഗ് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ. സോ അതുപോലത്തെ സാമ്പിളിംഗ് യൂണിറ്റുകൾ ചേരുന്നതാണ് ഒരു സാമ്പിളിംഗ് ഫ്രെയിം എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞ പോലെ തന്നെ സാമ്പിളിംഗ് ഫ്രെയിം എന്നാണ് നമ്മൾ സാമ്പിളിനെ പിക്ക് ചെയ്യുന്നത്. സോ അടുത്ത ഫണ്ടമെൻ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാമ്പിളിംഗ് ഡിസൈനാണ്. സോ എ സാമ്പിൾ ഡിസൈൻ ഇസ് എ ഡെഫിനിറ്റ് plan for obtaining a sample from the sampling frame. It refers to the technique or the procedure the researcher would adopt in selecting some sampling units from which inferences about the population is drawn. അതായത് ഒരു റിസർച്ചറിൻ്റെ പ്ലാൻ എന്തിനു വേണ്ടിയിട്ട്, ഒരു സാമ്പിളിംഗ് ഫ്രെയിമിൽ നിന്ന് ഒരു സാമ്പിളിനെ എങ്ങനെ നമുക്ക് പിക്ക് ചെയ്യാം എന്നുള്ളത് ആ സ്റ്റഡി ചെയ്യുന്ന റിസർച്ചറിൻ്റെ സ്വാതന്ത്ര്യമാണ്, ആളുടെ പ്ലാനായിരിക്കും. സോ ആ പ്ലാനിനെയാണ് നമ്മൾ സാമ്പിളിംഗ് ഡിസൈൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്.
അത് തന്നെ 2 ടൈപ്പ് മെത്തേഡുണ്ട്. എങ്ങനെയാണ് സാമ്പിളിനെ നമ്മൾ സെലക്ട് ചെയ്യുന്നത് എന്നുള്ളത് 2 ടൈപ്പ് മെത്തേഡുണ്ട്. അതാണ് പറഞ്ഞിരിക്കുന്നത്. പ്രോബബിലിറ്റി സാമ്പിളിംഗ് മെത്തേഡും നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് മെത്തേഡും. ഓക്കെ, സോ പ്രോബബിലിറ്റി സാമ്പിളിംഗ് മെത്തേഡിൽ തന്നെ 5 ഇൻ നമ്പേഴ്സ്: സിമ്പിൾ റാൻഡം സാമ്പിളിംഗ്, സിസ്റ്റമാറ്റിക് സാമ്പിളിംഗ്, സ്ട്രാറ്റിഫൈഡ് സാമ്പിളിംഗ്, ക്ലസ്റ്റർ സാമ്പിളിംഗ് കോംപ്ലക്സ്, മൾട്ടി സ്റ്റേജ് റാൻഡം സാമ്പിളിംഗ്. നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് മെത്തേഡിലാണ് കൺവീനിയൻസ് സാമ്പിളിംഗ്, ജഡ്ജ്മെൻറ്റ് സാമ്പിളിംഗ്, കോട്ട സാമ്പിളിംഗ്, സ്നോബോൾ സാമ്പിളിംഗ്. ഓക്കെ, സോ സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് എന്ന് പറഞ്ഞാൽ, സോ ബേസിക്കലി എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു 250 മെമ്പേഴ്സ് അല്ലെങ്കിൽ എംപ്ലോയീസ് ഉള്ള ഒരു കമ്പനിയിൽ നിന്ന് ഞാൻ എൻ്റെ റിസർച്ചിന് വേണ്ടിയിട്ട് ഒരു 25 പേരെ പിക്ക് ചെയ്യുകയാണ് അല്ലെങ്കിൽ സെലക്ട് ചെയ്യുകയാണ്. സോ ഈ 25 പേരെ സെലക്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഒരു ക്രൈറ്റീരിയയുടെയും ബേസിസിലായിരിക്കില്ല, ജസ്റ്റ് റാൻഡമായിട്ട് വിളിക്കുകയാണ് ഈ 250 ആൾക്കാരിൽ. കാരണം ഈ 250 ആൾക്കാരും ഒരേപോലെ എലിജിബിളാണ്, അല്ലെങ്കിൽ അവരുടെ ഈ 250 ആൾക്കാർക്കും ചാൻസ് ഉണ്ട്. സോ അതിൽ ഏതെങ്കിലും 25 ആൾക്കാരെ റാൻഡമായിട്ട് പിക്ക് ചെയ്യുന്നതാണ് സിമ്പിൾ റാൻഡം സാമ്പിളിംഗ്. വേറെ ഒരു ക്രൈറ്റീരിയയുടെ ബേസിലല്ലാതെ എടുക്കുന്നതിനാണ് സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് എന്ന് പറയുന്നത്. അടുത്തത് സിസ്റ്റമാറ്റിക് സാമ്പിളിംഗ്. ഓക്കെ, സിസ്റ്റമാറ്റിക് സാമ്പിളിംഗ് എന്ന് പറഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ, ഒരു 10,000 മെമ്പേഴ്സ് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു കമ്പനി അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ കോളേജോ സ്കൂളോ എന്തോ ആയിക്കോട്ടെ. സോ അവിടുന്ന് നമ്മൾ സാമ്പിളിനെ സെലക്ട് ചെയ്യുന്നത് എല്ലാ 100th ആളെയും ഞാൻ പിക്ക് ചെയ്യുകയാണ്. സോ 10,000 മെമ്പേഴ്സ് ടോട്ടലുള്ള മെമ്പേഴ്സിൽ നിന്ന് എല്ലാ 100th ആൾക്കാരെയും ഞാൻ സെലക്ട് ചെയ്യുകയാണ്. സോ അങ്ങനെ സെലക്ട് ചെയ്യുന്നതിനാണ് സിസ്റ്റമാറ്റിക് സാമ്പിളിംഗ് എന്ന് പറയുന്നത്. കാരണം ഈ 10,000 ആൾക്കാർക്കും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റില്ല. ഈ 100th എന്ന് പറയുന്ന 100th ആരാണ് വരുന്നത് ആ ഒരു ആൾക്ക് മാത്രമേ, അല്ലെ ഒന്നോ ഇതിൽ കൂടുതലുള്ള ആൾക്കാർക്ക് മാത്രമേ ഞാൻ സെലക്ട് ചെയ്ത് പിക്ക് ചെയ്ത് വെക്കുന്നുള്ളൂ എൻ്റെ റിസർച്ചിന് വേണ്ടിയിട്ട്. സോ അങ്ങനത്തെ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് പോകുന്നു. അപ്പോൾ ആ സിസ്റ്റമാറ്റിക് സാമ്പിളിംഗ്, സോ നെയിമിൽ തന്നെ ഉണ്ട് നമുക്ക് അതെന്താണെന്നുള്ള, അതായത് ഇത് നെയിം തന്നെ വെച്ച് മനസ്സിലാക്കാൻ പറ്റും എന്നാണ് ഉദ്ദേശിക്കുന്നത്. അടുത്തത് സ്ട്രാറ്റിഫൈഡ് സാമ്പിളിംഗ്. സ്ട്രാറ്റിഫൈഡ് സാമ്പിളിംഗ് എന്ന് പറഞ്ഞാൽ സ്ട്രേറ്റ എന്ന് പറഞ്ഞാൽ ഇപ്പം ഒരു പെർട്ടിക്കുലർ ഇപ്പം ഏജ് ആയിക്കോട്ടെ, അല്ലെ വെയിറ്റ് ആയിക്കോട്ടെ, ഇല്ലെങ്കിൽ സ്മോക്കർ, അല്ലെങ്കിൽ ഒരു റിലീജിയൻ, അങ്ങനെ വെച്ച് ആ ഒരു പർട്ടിക്കുലർ പോയിൻ്റ് വെച്ചിട്ട് അങ്ങനെയുള്ള ആളുകളെ മാത്രം സെലക്ട് ചെയ്തെടുക്കുന്നതിനാണ് സ്ട്രാറ്റിഫൈഡ് സാമ്പിളിംഗ് എന്ന് പറയുന്നത്. ഇപ്പം മെയിൽ ആൾക്കാരെ മാത്രം അല്ലെ ഫീമെയിൽ ആൾക്കാരെ മാത്രം അങ്ങനെ ഡിവൈഡ് ചെയ്തെടുക്കുന്നതിനല്ല പിക്ക് ചെയ്തെടുക്കുന്നതിനാണ് സ്ട്രാറ്റിഫൈഡ് സാമ്പിളിംഗ് എന്ന് പറയുന്നത്. അടുത്തത് ക്ലസ്റ്റർ സാമ്പിളിംഗ് കോംപ്ലക്സ് ആണ്. ക്ലസ്റ്റർ സാമ്പിളിംഗ് കോംപ്ലക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ, ഞാനിപ്പം കേരളത്തിൽ സ്മാർട്ട് ഫോൺസ് യൂസ് ചെയ്യുന്ന ആൾക്കാരിൽ നടത്തുന്ന ഒരു റിസർച്ച് ആയിരിക്കട്ടെ. സോ ഞാൻ എങ്ങനെയാണ് അതിനെ സാമ്പിൾ എടുക്കുക എന്നുള്ളത്, സോ ഞാൻ ഫസ്റ്റ് കേരളത്തിലെ സിറ്റീസ് ഡിവൈഡ് ചെയ്യും. സോ അങ്ങനെ ക്ലസ്റ്ററായിട്ട് ആ ഓരോ സിറ്റീസിനെയും ഓരോ ക്ലസ്റ്ററായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഹയസ്റ്റ് പോപ്പുലേഷനുള്ള സിറ്റീസ് എടുത്തിട്ട് അതിൽ ഓരോ സിറ്റീസിലും എത്ര പേര് സ്മാർട്ട് ഫോൺസ് യൂസ് ചെയ്യുന്നുണ്ടെന്ന് കണ്ടുപിടിക്കും. സോ അങ്ങനെ ക്ലസ്റ്ററായിട്ട് നമ്മൾ തരംതിരിച്ച് സാമ്പിളിനെ പിക്ക് ചെയ്യുന്നതിനാണ് ക്ലസ്റ്റർ സാമ്പിളിംഗ് കോംപ്ലക്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് മൾട്ടി സ്റ്റേജ് റാൻഡം സാമ്പിളിംഗ്. മൾട്ടി സ്റ്റേജ് റാൻഡം സാമ്പിളിംഗ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് സിമ്പിൾ റാൻഡം സാമ്പിളിംഗ്, സ്ട്രാറ്റിഫൈഡ് സാമ്പിളിംഗ്, ക്ലസ്റ്റർ സാമ്പിളിംഗ്, ഇത് മൂന്നും കൂടി ഉള്ളൊരു മിക്സാണ്. സോ ഓരോ സ്റ്റേജസ് ഉണ്ടാവും, ആ ഓരോ സ്റ്റേജിലും ഓരോ ടൈപ്പ് സാമ്പിളിംഗ് മെത്തേഡ്സ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. സോ അതിനാണ് മൾട്ടി സ്റ്റേജ് റാൻഡം സാമ്പിളിംഗ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് മെത്തേഡാണ്. ഫസ്റ്റ് വൺ കൺവീനിയൻസ് സാമ്പിളിംഗ്. കൺവീനിയൻസ് സാമ്പിളിംഗ് എന്ന് പറഞ്ഞാൽ ഒരു റിസർച്ചർ ആ റിസർച്ചറുടെ കൺവീനിയൻസ് അനുസരിച്ച്, ആളുടെ എളുപ്പം അനുസരിച്ച്, ആൾക്ക് പെട്ടെന്ന് കോണ്ടാക്ട് ചെയ്യാൻ പറ്റുന്നവരെയോ അല്ലെങ്കിൽ പെട്ടെന്ന് റീച്ച് ചെയ്യാൻ പറ്റുന്നവരെയോ ആയ ആളുകളെ ഒബ്ജക്റ്റുകൾ ആൾ എടുക്കുകയാണ്.
റിസർച്ച് സാമ്പിൾസായിട്ട് എടുക്കുന്നത്. അതിനാണ് കൺവീനിയൻറ്റ് സാമ്പിളിംഗ് എന്ന് പറയുന്നത്. ജഡ്ജ്മെൻറ്റ് സാമ്പിളിംഗ് എന്ന് പറഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ, ഇപ്പം ഒരു ക്ലാസ്സിൽ 50 സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ ആ സ്റ്റുഡൻസിൽ ഒരു ക്വിസിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു 5 പേരെ സെലക്ട് ചെയ്യാൻ പറയുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്, ഇപ്പോൾ ഒരു ക്ലാസ് ഇൻചാർജ് വന്നിട്ട് അവർക്ക് ബ്രില്യൻ്റ് ആണ് അല്ലെങ്കിൽ നന്നായിട്ട് പെർഫോം ചെയ്യുമെന്ന് തോന്നുന്ന ആളുകളെയാണ് സെലക്ട് ചെയ്യുന്നത്. സോ അതാണ് ജഡ്ജ്മെൻറ്റ് സാമ്പിളിംഗ്. സോ അങ്ങനെ സെലക്ട് ചെയ്യുന്നതിനാണ്, അതായത് മുൻകൂട്ടി വിചാരിച്ച് അങ്ങനെ എടുക്കുന്നതിനാണ് ജഡ്ജ്മെൻറ്റ് സാമ്പിളിംഗ് എന്ന് പറയുന്നത്. മുൻകൂട്ടി എന്ന് പറഞ്ഞാൽ ഒരു ജഡ്ജ്മെൻറ്റൽ മൈൻഡോടെ ആളുകളെ സെലക്ട് ചെയ്യുന്നതിനാണ് ജഡ്ജ്മെൻറ്റ് സാമ്പിളിംഗ് എന്ന് പറയുന്നത്. അടുത്തത് കോട്ട സാമ്പിളിംഗ് ആണ്. കോട്ട സാമ്പിളിംഗ് എന്ന് പറഞ്ഞാൽ കോട്ട എന്നുള്ള വാക്ക് തന്നെ ഇപ്പോൾ നമ്മുടെ കോളേജിൽ അഡ്മിഷൻ കിട്ടാൻ വേണ്ടിയിട്ടോ അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ മെറിറ്റ് സീറ്റ്, മാനേജ്മെൻറ്റ് സീറ്റ്, അങ്ങനെ ഓരോ കോട്ടാസ് ഉണ്ടല്ലോ. സോ ആ ഒരു മെത്തേഡിൽ സാമ്പിൾസിനെ പിക്ക് ചെയ്യുന്നതിനാണ് കോട്ട സാമ്പിളിംഗ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, സ്നോബോൾ സാമ്പിളിംഗ്. സ്നോബോൾ സാമ്പിളിംഗ് എന്ന് പറഞ്ഞാൽ ഇപ്പം ഫോർ എക്സാമ്പിൾ എനിക്കൊരു കേസാണ്, എനിക്കൊരു ഡിസീസ് അല്ലെങ്കിൽ ഒരു കേസാണ് ഞാൻ ഇപ്പോൾ സ്ട്രോക്ക് അല്ലെങ്കിൽ ഒരു സ്പൈനൽ കോഡ് ഇഞ്ചുറി അങ്ങനെ ഒരു കേസിലാണ് ഞാൻ അങ്ങനത്തെ ആൾക്കാരിലാണ് ഞാൻ സ്റ്റഡി ചെയ്യുന്നതെന്ന് വെച്ചാൽ ഞാൻ ഒരാളെ പോയി കണ്ടുപിടിക്കും. സോ ആ ആൾ വഴി സ്പൈനൽ കോഡ് ഇഞ്ചുറി അല്ലെങ്കിൽ സ്ട്രോക്ക് കേസസ് കൂടുതലായിട്ടുള്ള മറ്റു ആളുകളിലേക്ക് ഞാൻ എത്തിപ്പെട്ടിട്ട് അവരെ ഞാൻ എൻ്റെ റിസർച്ചിലേക്ക് ഇൻക്ലൂഡ് ചെയ്യുന്നു. സോ ആ ഒരു രീതിക്കാണ്, അങ്ങനെ ഒരു സാമ്പിൾസിനെ നമ്മൾ പിക്ക് ചെയ്ത് കൊണ്ടുവരുന്നതിനാണ് സ്നോബോൾ സാമ്പിളിംഗ് എന്ന് പറയുന്നത്. സോ അടുത്ത ഫണ്ടമെൻ്റൽസ് എന്ന് പറഞ്ഞാൽ സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പാരാമീറ്റേഴ്സ് ആണ്. സ്റ്റാറ്റിസ്റ്റിക് is a characteristic of a sample, whereas a parameter is a characteristic of a population. അതായത് ഒരു സാമ്പിളിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നതാണ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ഒരു പോപ്പുലേഷൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് അതിൻ്റെ പാരാമീറ്റേഴ്സ്. നെക്സ്റ്റ് സാമ്പിളിംഗ് എറർ. Sample surveys do imply the study of a small portion of population, and as such there would naturally be a certain amount of inaccuracy in the information collected. So this inaccuracy may be termed as sampling error or error variance. Sampling errors occur randomly and are equally likely to be in either direction. The magnitude of the sampling error depends upon the nature of the universe. The more homogeneous the universe, the smaller the sampling error. Sampling error is inversely related to the size of the sample, that is, sampling error decreases as the sample size increases and vice versa. സോ ഇതിൽ പറയുന്നത് സാമ്പിളിംഗ് എറർ എന്ന് പറഞ്ഞാൽ നമ്മളൊരു വലിയ പോപ്പുലേഷനിൽ നിന്ന് ഒരു സ്മോൾ പോർഷൻ എടുത്തിട്ടാണ് റിസർച്ചിന് ചെയ്യുന്നത്. സോ നമ്മൾ കളക്ട് ചെയ്യുന്ന ഇൻഫോർമേഷൻസിനകത്ത് ചെറിയ രീതിയിൽ ഇനാക്യുറസി അല്ലെങ്കിൽ ഇൻഫോർമേഷൻസിനകത്ത് ചെറിയ മിസ്റ്റേക്സ് ഉണ്ടാവും. സോ അപ്പോൾ നമ്മുടെ സ്വാഭാവികമായിട്ടും ചെറിയ ഇന്നാക്യുറസികൾ നമ്മുടെ റിസൾട്ടിൽ ഉണ്ടാവും. ആക്യുറേറ്റ് ആയിരിക്കില്ല നമ്മുടെ റിസൾട്ട്സ്. സോ അങ്ങനത്തെ ഇന്നാക്യുറസിക്ക് പറയുന്നതാണ് സാമ്പിളിംഗ് എറർ അല്ലെങ്കിൽ എറർ വേരിയൻസ് എന്നുള്ളത്. സോ sampling error, the magnitude of sampling error depends upon the nature of universe. So the more homogeneous the universe, the smaller the sampling error. അതായത് സാമ്പിളിംഗ് എറർ ഇസ് ഇൻവേഴ്സ്ലി റിലേറ്റഡ് ടു ദ സൈസ് ഓഫ് ദ സാമ്പിൾ. സാമ്പിളിൻ്റെ സൈസ് എങ്ങനെയാണോ അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും സാമ്പിളിംഗ് എറർ. സോ നമ്മളുടെ സാമ്പിൾ സൈസ് വലുതാണെങ്കിൽ നമുക്ക് സാമ്പിളിംഗ് എറേഴ്സ് കുറവായിരിക്കും. അതേസമയത്ത് നമ്മുടെ സാമ്പിൾ സൈസ് ചെറുതാണെങ്കിൽ നമുക്ക് സാമ്പിളിംഗ് എറേഴ്സ് കൂടുതലായിരിക്കും. സോ നെക്സ്റ്റ് ഫണ്ടമെൻ്റൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രിസിഷനാണ്. Precision refers to how close estimates from different samples are to each other. Example, standard error is an example. When standard error is small, sample estimates are more precise. When standard error is large, sample estimates less precise.
സോ നമ്മൾ എടുത്തിരിക്കുന്ന സാമ്പിൾസ് തമ്മിലുള്ള ക്ലോസ് എസ്റ്റിമേറ്റ്സ്, അതായത് എത്ര ക്ലോസ് ആണ് നമ്മുടെ സാമ്പിൾസ് തമ്മിൽ എന്നാണ്, അതായത് നമ്മുടെ മെഷർമെൻറ്റ്സിൽ എത്ര ക്ലോസ് ആണ് ഓരോ സാമ്പിൾസും തമ്മിൽ എത്ര ക്ലോസ് ആണെന്നാണ് അത് വെച്ചിട്ടാണ് നമ്മൾ എത്ര പ്രിസൈസ് ആണ് എന്ന് പറയുന്നത്. ഓക്കെ, സോ അത് സ്റ്റാൻഡേർഡ് എറർ എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ടേം ആണ്. ആ സ്റ്റാൻഡേർഡ് എറർ സ്മോൾ ആയിരിക്കുമ്പോൾ നമ്മുടെ സാമ്പിളിൻ്റെ മെഷർമെൻ്റ് അല്ലേ അത് എസ്റ്റിമേറ്റ് ചെയ്യുന്ന വാല്യൂസ് മോർ പ്രിസൈസ് ആയിരിക്കും. വെൻ സ്റ്റാൻഡേർഡ് എറർ ഇസ് ലാർജ്, സാമ്പിൾ എസ്റ്റിമേറ്റ്സ് അത് ലെസ് പ്രിസൈസ് ആയിരിക്കും. സോ പ്രിസൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സാക്റ്റ് എന്നാണ് വേർഡ് മീനിങ്. സോ സ്റ്റാൻഡേർഡ് എറർ ചെറുതാണെങ്കിൽ നമ്മുടെ സാമ്പിൾ എസ്റ്റിമേഷൻ വാല്യൂസ് വളരെ എക്സാക്റ്റ് ആയിരിക്കും, പ്രിസൈസ് ആയിരിക്കും, അതാണ് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് ഇസ് കോൺഫിഡൻസ് ലെവൽ ആൻഡ് സിഗ്നിഫിക്കൻസ് ലെവൽ. കോൺഫിഡൻസ് ലെവൽ or reliability is the expected percentage of times that the actual value will fall within the stated precision limits. Confidence level indicates the likelihood that the answer will fall within that range, and the significance level indicates the likelihood that the answer will fall outside that range. We can always remember that if the confidence level is 95%, then the significance level will be 5%. If the confidence level is 99%, the significance level is 1%, and so on. So confidence level അല്ലെങ്കിൽ റിലയബിലിറ്റി എന്ന് പറയും. റിലയബിൾ എന്ന് പറഞ്ഞാൽ വിശ്വാസയോഗ്യമായ എന്നാണ് മീനിങ് വരുന്നത്. സോ റിലയബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്പെക്റ്റഡ് പെർസെൻറ്റേജ് ഓഫ് ടൈംസ് ദാറ്റ് ദ ആക്ച്വൽ വാല്യൂ വിൽ ഫോൾ വിതിൻ ദ, അതായത് മുൻപ് പറഞ്ഞ പ്രിസിഷൻ ലിമിറ്റ്സിനകത്ത് വരും നമ്മുടെ പെർസെൻറ്റേജ്. ഓക്കെ, സോ അപ്പോഴാണ് നമ്മൾ പറയുന്നത് റിലയബിൾ ആണെന്ന്. സോ വി ക്യാൻ ഓൾവേസ് റിമെമ്പർ ദാറ്റ് കോൺഫിഡൻസ് ലെവൽ എന്ന് പറഞ്ഞാൽ 95% ആണെങ്കിൽ സിഗ്നിഫിക്കൻസ് ലെവൽ 5%, കോൺഫിഡൻസ് ലെവൽ 99% എന്ന് പറയുമ്പോൾ സിഗ്നിഫിക്കൻസ് 1%. സോ ഇതാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. ഞാൻ ഒന്നുകൂടെ പറയാം എന്തൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തതെന്നുള്ളത്. ഡിസ്കസ് അല്ല, പറഞ്ഞെന്നുള്ളത്. ഡെഫിനിഷൻ ഓഫ് സാമ്പിളിംഗ്. ഫസ്റ്റ് സാമ്പിളിംഗ് എന്താണെന്ന് പറഞ്ഞു. സോ സാമ്പിളിംഗ് യൂസ് ചെയ്യാനുള്ള റീസൺസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞു. ഫണ്ടമെൻറ്റൽസ് എന്തൊക്കെയാണെന്ന് നെയിം ചെയ്തു. അതിൽ ഓരോ ഫണ്ടമെൻറ്റൽസും എന്താണ് ഡിഫൈൻ ചെയ്യുന്നത്, അല്ലെ എന്താണ് ഓരോ ഫണ്ടമെൻറ്റൽസും എന്നുള്ള എക്സ്പ്ലനേഷൻ പറഞ്ഞു. അതിനുശേഷം സാമ്പിളിംഗ് ഡിസൈൻ, അതിൽ ഏതൊക്കെ മെത്തേഡിലാണ് നമ്മൾ സാമ്പിൾസിനെ സാമ്പിൾ ഫ്രെയിമിൽ നിന്ന് പിക്ക് ചെയ്യുന്നതെന്നുള്ളത് പറഞ്ഞു. ഓരോ മെത്തേഡ്സും ഓരോ എക്സാമ്പിൾ വെച്ച് റിമെമ്പർ ചെയ്യാം. So that's it. Thank you.